ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ ആൻറ്റി ഡൻഡ്രഫ് ഷാമ്പും അതുപോലത്തെ ചമ്പി തൈലും ഇത് മൂന്നും മുടി കൊഴിച്ചിലിന് എങ്ങനെ റിസൾട്ട് ഉണ്ടാവും എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ആളുകൾ ഇഷ്ടംപോലെ ആളുകളിൽ ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ് മുടി കൊഴിച്ചിൽ. ഇതിന് ഒരുപാട് പണം ചെലവാക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ. ആ അതിനൊരു പരിഹാരം എന്നോണം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ എങ്ങനെ സൂട്ടാവുന്നുവെന്ന് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് പഠനം നടത്താം. ഞാൻ ഇവിടെ മേലെ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്, അതിൽ 3 പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് ചമ്പി തൈലം, 2 മഹാഭൃംഗ ഹെയർ ഓയിൽ, 3 ആൻറ്റി ഡൻഡ്രഫ് ഷാമ്പു. നമ്മളെ തലക്ക് മുടി കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ക്ലിയർ ചെയ്യണം. ആ കാരണങ്ങളെ ക്ലിയർ ചെയ്തിട്ട് നമ്മളെ ഹെയർ ഓയിലും നമ്മളെ ചമ്പി തൈലവും നമ്മളെ ആൻറ്റി ഡൻഡ്രഫ് ഷാമ്പു നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കഷണ്ടിയിൽ വരെ മുടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും കഷണ്ടിയിൽ മുടി വരും എന്നല്ല പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ മുടി വന്നേക്കാൻ അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ അറിവിലുണ്ട്. മുടി കൊഴിച്ചിലിന് കാരണം തലൻ്റെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. മുടി കൊഴിച്ചിൽ പ്രധാന കാരണം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, നെഞ്ചിരിച്ചിലോ വയറ്റപ്പുണ്ണോ ESR ടെൻഷനൊക്കെ ഉള്ള ആളുകൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. അത് ഞങ്ങൾ പറയുന്നുണ്ട്, അതിന് നമ്മുടെ ഹെയർ ഓയിൽ നല്ല സ്വർണം അരിച്ച് തലയിൽ തേച്ചാലും മാറൂല. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ആദ്യം പരിഹരിക്കണം. അതിനുശേഷം മുടി വളരാനും തലയ്ക്ക് തണുപ്പ് കിട്ടാനും മുടിൻ്റെ പോഷകാഹാരങ്ങൾ തലയിൽ കൊടുക്കാനും അതുപോലെ തന്നെ മുടിനെ വളർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മുടി വളരുകയും ചെയ്യും. മുടി കൊഴിച്ചിലാണെങ്കിൽ അത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ഹെയർ ഓയിൽ, ഇപ്പോൾ ഇവിടെ മഹാഭൃംഗ എന്ന് പറഞ്ഞ ഹെയർ ഓയിൽ മുടി കൊഴിച്ചിലിന് അസാധ്യ റിസൾട്ട് പ്രൊഡക്റ്റാണ്. അതിലെ കണ്ടന്റ് ഒലീവ് ഓയിലും ബദാം ഓയിലാണ്. ഒലീവ് ഓയിലും ബദാം ഓയിലും മിക്സാണ്. അതിൻ്റെ കൂടെ കയ്യോന്നി, അലോവേര, ഒലീവ്, അതേപോലെ തന്നെ രാമച്ചം. കയ്യോന്നി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്കറിയാം മുടി തലയ്ക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ കറ്റാർവാഴ നിങ്ങൾക്കറിയാം, തലയ്ക്ക് നല്ല ഏറ്റവും നല്ല ഒരു ഹെർബാണ്. അതോടൊപ്പം തന്നെ രാമച്ചം ചേർത്തിട്ടുണ്ട്. രാമച്ചം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനാണ്. ഒലീവ് ഓയിലും ബദാം ഓയിലാണ് നല്ല റൂട്ടിൽ നന്നായിട്ട് ഇറങ്ങും, അപ്പോൾ മുടി വളരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കും. അപ്പം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ മഹാഭൃംഗ ഹെയർ ഓയിൽ. അതിൻ്റെ കൂടെ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ, ആളുകളൊക്കെ പലതരത്തിൽ താരൻ ഉണ്ടാവും. താരൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ആൻറ്റി ഡൻഡ്രഫ് എന്ന ഷാമ്പു ഉണ്ട്, അതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. താരനും പല കാരണങ്ങളുണ്ട്. തലൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല താരൻ ഉണ്ടാവും, താരൻ ഒരുപാട് കണ്ട്. എന്നാൽ നോർമലി കണ്ടീഷനിലെ താരൻ ഏറ്റവും യൂസ് ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡൻഡ്രഫ് ഷാമ്പു. ഒരാൾക്ക് മുടി വരാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും കൂടി ഞാൻ പറയാം. നമ്മളെ പല ആളുകളും ഹെയർ ഓയിലും ഒരുപാട് ഹെയർ ഓയിലുകൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഇതൊക്കെ ചെയ്ത് അവസാനം പരാജയപ്പെട്ട ആളുകൾ ചിലപ്പോൾ ഇതിലും നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടാകും. അവർക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട 3 പ്രൊഡക്റ്റുകളാണിത്. നിങ്ങൾ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവും, ഇത് ഗ്യാസിൻ്റെ പ്രശ്നം, നെഞ്ചിട്ട്, ഈ വിഷയങ്ങളിൽ ആ വിഷയത്തിനുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കണം. എന്നതിന് ശേഷം നിങ്ങൾ ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് മുടി വരാൻ 100% ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട രീതി, നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചമ്പി എന്ന് പറഞ്ഞ തൈലം കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ തലയിലിടുക. തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറോ അരമണിക്കൂറോ നല്ല തലയോട്ടിൽ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കുളിക്കുമ്പോൾ താരൻ ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ഡൻഡ്രഫ് ഷാമ്പു 1-2 ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകിക്കളയാം. നല്ലോണം കൈ കൊണ്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം. അതിനുശേഷം നന്നായിട്ട് തല തോർത്തിയതിന് ശേഷം നമ്മൾ മഹാഭൃംഗ ഹെയർ ഓയിൽ ഉള്ളം കൈയിലേക്ക് ഒരു 10-20 തുള്ളി എടുത്തിട്ട് ആ തുള്ളി കൈയിൻ്റെ വിരലെടുത്തിട്ട് തലോട്ടിൽ നല്ലോണം മസാജ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഒരു മാസം 2 മാസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റാനും, ചില ആളുകൾക്ക് കഷണ്ടി ആണെങ്കിലും മുടി വരാൻ ചാൻസ് ഉള്ള ആളുകളുണ്ടാവും, അവർക്ക് നന്നായിട്ട് മുടി വരാനും സൂപ്പർ സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു മുടി കൊഴിച്ചിൽ 100% കാരണം നമ്മളെ തലൻ്റെ പ്രശ്നമായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇത് 100% ഉറപ്പ് പറയുന്നതിന് മുമ്പ് ഈ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം ഉള്ള ആളുകളാണെങ്കിൽ അത് പരിഹരിക്കാൻ, ഇപ്പോൾ ഗ്യാസും നെഞ്ചിച്ചും വയറ്റുപുണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ ലിവഗെയിൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതല്ല ചില ആളുകൾക്ക് പിന്നെ അതുപോലെ തന്നെ ESRൻ്റെ പ്രശ്നം ഉണ്ടാവും, അവർക്ക് അത് ക്ലിയർ ചെയ്യണം. ചില ആൾ 95 വെച്ച്, എൻ്റെ ഒരു സുഹൃത്ത് മുടി വരാൻ വേണ്ടി ഒരുപാട് പണം ചിലവ്, കഷണ്ടിയുള്ള ആളാണ്, മുടി വരാൻ വേണ്ടി ഒരുപാട് പണം ചിലവാക്കി അവസാനം നമ്മളെ നമ്മളെ പ്രൊഡക്റ്റിലേക്ക് വന്നു. അവർ 95 കൂടെ കഴിച്ചിട്ടുണ്ട്. അവർക്കും എന്തോ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് മാറാൻ വേണ്ടി 95 കഴിച്ചിട്ട് അതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, നമ്മളിലൊക്കെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സുഹൃത്തുക്കളിലോ നമ്മുടെ ആൾക്കാരിലോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ
കോമ്പിനേഷന് നിർബന്ധമായിട്ടും കൊടുത്താൽ മുടി കൊഴിച്ചിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതേപോലെ ചില ആൾക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചമ്പിത്തൈലം വലിയ റിസൾട്ട് ചെയ്യും. അത് തലയിൽ ഇടുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ അതേപോലെ ചില ആൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റസ് കൂടെ ആഡ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ തലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. അതിന് മുടി കൊഴിച്ചിലാണ് പ്രധാനമായിട്ട് വന്നത്. ആ മുടി കൊഴിച്ചിലിന് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വലിയ ഗുണം ചെയ്യും. എല്ലാവർക്കും നല്ല ഗുണം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനും അത് നമ്മളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ഓക്കെ.